അപ്പോൾ എല്ലാവരും വന്നോളൂ, നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഘോഷയാത്ര കാണാനായിട്ട് പോവാം. സോ ബേസിക്കലി ഇതെൻ്റെ നാട്ടിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ നിൻ്റെ നാട്ടിൽ ഉത്സവമാണോ? നോ, എൻ്റെ നാട്ടിൽ ഉത്സവമല്ല, ഇതെൻ്റെ നാട്ടിലുള്ള വേറൊരു ക്ഷേത്രത്തിലെ ഉത്സവമാണ്. നമ്മൾ അമ്പലത്തിൽ നിന്നായിരുന്നു സ്റ്റാർട്ടിങ്. നോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ശിവനൊക്കെ വണ്ടി കയറിന്ന് പോകുന്നു. അപ്പോൾ ദച്ചു മൊത്തത്തിൽ വാട്ട്സ് ഹാപ്പനിങ് ഹിയർ എന്നുള്ളൊരു മൂഡായിരുന്നു. അത് കഴിഞ്ഞ് നല്ല നൈസായിട്ടുള്ളൊരു ശിങ്കാരിമേളം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് കുറേ കപ്പ് കമത്തി വെച്ച ഗേൾസിനെ നമ്മൾ കണ്ടത്. അതും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്കും ദച്ചുവും തോന്നി. അപ്പോഴത്തേക്ക് വരുന്നു നമ്മുടെ കഥാനായകൻ അമ്പുക്കുട്ടൻ. ദെൻ നമ്മൾ അവിടെ നിന്ന് പ്രോഗ്രാമൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അപ്പോൾ നമ്മുടെ ക്ഷേത്രത്തിലെ കുളത്തിൽ ആറാട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ അതും ജസ്റ്റ് കണ്ടു. പിന്നെ വരുന്നു അടുത്ത കഥാനായകൻ, നമ്മുടെ സ്വന്തം തനിമോൾ. നമ്മൾ നോക്കിയപ്പോൾ എൻ്റെ പൊന്നെ എന്നാ ലുക്കാടാ. എനിക്കാണെങ്കിൽ എന്തോ ഈ ഷോട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു നടയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നൊരു സീൻ എന്തോ ഭയങ്കരമായിട്ട് എനിക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. പെട്ടെന്നാണ് എത്തിയെന്ന് നോക്കിയപ്പോൾ വല്ലാത്തൊരു കുലുക്കം. അത് കണ്ടപ്പോൾ നമ്മളെല്ലാവരും 2 സ്റ്റെപ്പ് ബാക്കിലോട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ടുള്ള ഈ സീന്, ആ മോനെ എന്താ ഒരു തലയെടുപ്പല്ലേ. ആനകളെന്നും എന്തോ മലയാളിയൊക്കെ ഒരു വികാരം തന്നെയാണ്. പിന്നെ ആന അവിടെ നിന്ന് പതുക്കെ ചലിച്ചു, അതായത് മറ്റു ക്ഷേത്രത്തിലേക്ക് പോകാൻ തുടങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി. കാര്യം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അങ്ങോട്ടും പോകാനായിട്ട് ചെറിയൊരു പ്ലാനുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നു. നമ്മളിൻ്റെ അടുത്ത് അങ്ങോട്ട് പോകാൻ പോവാണ്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.